റഹീം കണക്കെടുക്കൂ. റഹീം സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആർഗ്യുമെന്റ്. എടുത്തോളൂ. നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. ഞാൻ ഐ ആം നോട്ട് അഗൈൻസ്റ്റ് റഹീം TG മോഹൻദാസ് പറഞ്ഞത് കണ്ണൂരിലെ മാത്രം കണക്കാണ്. അത് ഒരു വർഷത്തെ, അതായത് ഒരു ദിവസം 2 എന്ന കണക്ക്, 2 അക്രമ സംഭവങ്ങൾ കണ്ണൂരിൽ 2015. ഈ കണക്കാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ആ കണക്കിനെ നിഷേധിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കണക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ കണക്കിന്റെ വിശദാംശം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. UDF സർക്കാർ ഭരിക്കുന്ന കാലം പറയട്ടെ, ആരുടെ കാലത്തെന്നുള്ളതല്ല. ഇവിടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു. നിയമപരമായ റൈറ്റിനുള്ള നിർവചനം അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇനി പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം സാമാന്യ ബുദ്ധിയിൽ ആലോചിക്കൂ. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായും ആലോചിക്കൂ. ഈ രാജ്യത്ത് ക്രൈം റേറ്റിൽ കേരളവും കണ്ണൂരുമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് TG മോഹൻദാസ് പറഞ്ഞാൽ തെറ്റ്. 2, കലാപങ്ങളുടെ സ്വഭാവം നോക്കൂ. ഏകപക്ഷീയമായി കലാപം നടക്കുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഘർഷമോ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ല നിങ്ങൾ ഈ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും നടക്കുന്നത്. ഏകപക്ഷീയമായി കൂട്ടക്കുരുതികൾ നടക്കുന്നു. ആ കൂട്ടക്കുരുതികളുടെ മുമ്പിൽ കണ്ണടയ്ക്കുന്ന നിങ്ങളാണ് ഇവിടെ വന്ന് വലിയ ശാന്തിദൂതന്മാരായി വിശുദ്ധന്മാരായി മാറുന്നത്. TG മോഹൻദാസിനോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പറയാണ് സ്വന്തമായി അങ്ങ് കെട്ടിടം പൊട്ടിത്തെറിക്കുന്നു, അങ്ങനെയൊക്കെയാണോ അങ്ങ് പറയുന്നത്? സമാധാന ചർച്ചകൾ നടക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25-നാണ് ഒടുവിൽ കണ്ണൂരിൽ സമാധാന ചർച്ച നടക്കുന്നത്. അതിനുശേഷം RSS നടത്തിയ ആക്രമണം ഞാൻ എണ്ണി പറയാം, കണക്കുകൾ വെച്ച് പറയണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഓഗസ്റ്റ് 30 മട്ടന്നൂരിലെ SFI പ്രവർത്തകർ അർജുൻ മോഹനെ ആക്രമിച്ചു. സെപ്റ്റംബർ 2 കാക്കയങ്ങാട് പാലപ്പുഴയിൽ അവിടെ മെഷീൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ ഒരു ബോംബ് പൊട്ടി. പുല്ല് നീക്കം ചെയ്യുന്നതിനിടയിൽ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു 52-കാരൻ മരിച്ചു. നിങ്ങളുടെ കേന്ദ്രത്തിലല്ലേ, നിങ്ങൾ വെച്ച ബോംബല്ലേ, നിങ്ങൾ സൂക്ഷിച്ചിരുന്ന ബോംബല്ലേ? അവിടെ നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ച് 10 വയസ്സുള്ള ഹിന്ദു ഐക്യവേദി നേതാവ് ചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും ബോംബുകൾ മാറ്റുന്നതിനിടെ സ്ഫോടനമുണ്ടായി. ഹിന്ദു ഐക്യവേദിയുടെ RSSകാരൻ്റെ മകനല്ലേ 10 വയസ്സുകാരൻ പൊട്ടിച്ചിതറിയത്? ഇത് എന്തേ TG മോഹൻദാസ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല? ഇവിടെ ദീക്ഷിത് കൂത്തുപറമ്പിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ബോംബ് സ്ഫോടനത്തിൽ. നിങ്ങൾ ഈ പറയുന്ന ബോംബ് സ്ഫോടനങ്ങൾക്കൊന്നും നാഥനില്ല. ഇങ്ങനെ കണക്കുകൾ പറയും, കൊലപാതകത്തിന്റെ കണക്കുകൾ പറയുമ്പോൾ 2 വശത്തും ഇത്തരം കണക്കുകൾ ഉണ്ടാവും. മറുവശത്ത് അവരും പറയും. ഇതാണ് ആദ്യം തന്നെ ശ്രീ TG മോഹൻദാസ് പറഞ്ഞത്, കൊലവിളി അവസാനിപ്പിക്കൂ. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് എന്ന്. RSSകാരനായ TG മോഹൻദാസിന് ഈ കണക്കുകൾ അപ്രിയമാണ്. കാരണം ആ കണക്കുകൾ പറഞ്ഞാൽ അവർക്ക് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാകില്ല. അതുകൊണ്ടാണ് കണക്കങ്ങ് വിട്ടേക്കെന്ന് പറയുന്നത്. ആ സാമാന്യ യുക്തിയിൽ മനസ്സിലാക്കിക്കൂടെ? കണക്ക് പറയാൻ പാടില്ലാത്ത എന്താ? നിങ്ങൾ കണക്ക് വെച്ചല്ലേ പറയുന്നത്, ഞാൻ തിരിച്ച് കണക്കാണ് പറയുന്നത്. നിങ്ങളീ പറയുന്നു അനോണിമസ് ആയിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളല്ല, എല്ലാം നിങ്ങളുടെ പ്രവർത്തകരാണ് മരിച്ചത്. നിങ്ങളുടെ പ്രവർത്തകരാണ് അക്രമത്തിൽ അവിടെ സ്വമേധയാ മരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈ സംഭവത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ RSSന് അത് നിർത്തണം എന്ന് പറയുന്നത് RSSകാരനായി നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇവിടെ വലിയ ഗൂഢാലോചനയുണ്ട്. ഞാനൊരു കാര്യം പറയാം. കണ്ണൂർ ജില്ലയിൽ കലാപകലുഷിതമായി നിലനിർത്താൻ RSSലെ ഒരു വിഭാഗം നേതൃത്വത്തിന് താല്പര്യമുണ്ട്. കാരണം RSSന്റെ ദേശീയ നേതൃത്വം നാഗ്പൂരിൽ നിന്ന് കണ്ണൂർ സഹായ നിധി എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ഈ പോലീസുകാർ എപ്പോഴും മാവോയിസ്റ്റ് അക്രമവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കാറുണ്ട്. മാവോയിസ്റ്റ് ഭീഷണി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം കേന്ദ്രത്തിൽ നിന്ന് മാവോയിസ്റ്റ് ടെററിസത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിനാണെന്നൊരു ആരോപണം ഉണ്ടല്ലോ. ഏതാണ്ട് അതുപോലെയാണ് മഞ്ജുഷേ. ഞാൻ പറയട്ടെ, ഒടുവിൽ മോഹൻ ഭഗവത് പങ്കെടുത്ത കണ്ണൂരിലെ നിങ്ങളുടെ കണ്ണൂർ ബൈഠക്ക്, ആ കണ്ണൂർ ബൈഠക്കിൽ നിങ്ങളുടെ തന്നെ ഓഡിറ്റർമാർ അവതരിപ്പിച്ച കണക്ക് പത്രങ്ങളിൽ പുറത്തു വന്നല്ലോ. ആ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം വർഷങ്ങളായി കൊടുത്ത കണ്ണൂർ ഫണ്ടിൽ വലിയ കോടികളുടെ തിരിമറി നടന്നുവെന്ന് മനസ്സിലായല്ലോ. ഓരോ വർഷവും ഇപ്പോൾ ഭരണം കൂടി വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ഇങ്ങോട്ട് വാങ്ങാണ്. അങ്ങനെ വാങ്ങണമെങ്കിൽ ഏകപക്ഷീയമായ കലാപം നടക്കണം. നിങ്ങൾ നോക്കൂ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം രവീന്ദ്രൻ അവർ ഇങ്ങോട്ട് ആക്രമിച്ചതാണ്. ഒരു പ്രശ്നവുമില്ല. ശ്രീ CP ഉദയഭാനു നേരത്തെ TG മോഹൻദാസ് മറുപടി നൽകി. അതുപോലെ തന്നെ ശ്രീ MA ഷാനവാസും താങ്കളുടെ ചോദ്യത്തിന് ചില അപ്രിയമായ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒരു കാര്യം, ഈ 356-ന്റെ കാര്യം, അത് ശ്രീ CP ഉദയഭാനുവിനോട് ശ്രീ TG മോഹൻദാസ് മറുപടി പറഞ്ഞതാണ്. ഇതത്ര എളുപ്പമല്ല പ്രയോഗിക്കാൻ. അങ്ങനെ കൈ പൊള്ളുന്ന ഒരു വകുപ്പെടുത്ത് പ്രയോഗിക്കാൻ എന്തായാലും ആ മണ്ടത്തരം കേന്ദ്ര സർക്കാർ കാണിക്കുമോ എന്ന്, അതല്ല ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ മഞ്ജുഷ, ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സംസ്ഥാനത്തെ ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് അതിൻ്റെ മുഴുവൻ ഫെഡറൽ സംവിധാനത്തിന് മാറ്റം വരുത്തി ഒരു ജില്ലയിൽ മാത്രം ക്രമസമാധാനം തുടർച്ചയായിട്ട് തകരുന്നു.
ലഹളകൾ എന്നത് സാധാരണ ലഹള മുതൽ കൊലപാതകത്തിലോ അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളിലോ എത്തുന്ന ലഹളകൾ വരെ എത്തിച്ചേരുന്നു. അതിന് വിവരശേഖരണങ്ങൾ നടത്തുന്നു. ആ വിവരശേഖരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് ഇതേപോലെ തുടർന്ന് പോയി കഴിഞ്ഞാൽ വളരെയധികം കുഴപ്പങ്ങളുണ്ടാവും. മറ്റ് പ്രദേശങ്ങളിലേക്ക് അത് പകരാനും എല്ലാം ഇടയുണ്ട് എന്ന നിലയ്ക്ക് ഇതിലെ റിപ്പോർട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ എതിരാളിയെ കീഴ്പ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് അരങ്ങൊരുക്കൽ മാത്രമാണ്. 356 പ്രവേശിക്കുന്നത് SR ബൊമ്മ കേസിന് ശേഷമുള്ള കാര്യത്തിൽ ചെറിയ ചെറിയ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ബൊമ്മ കേസിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന സാഹചര്യങ്ങളിൽ മാത്രമേ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്ന കാര്യത്തിൽ ഭരണപരമായി 356 പ്രയോഗിച്ച് ഇടപെടാവുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതേപോലെ രാഷ്ട്രീയ പരീക്ഷണശാലകളിൽ വേണമെങ്കിൽ ഈ പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള രാഷ്ട്രീയമായി BJPക്ക് വളരണമെന്ന് വളക്കൂറുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ എന്തുകൊണ്ട് പ്രയോഗിച്ചുകൂടാ? ശരി തെറ്റുകൾ നിശ്ചയിക്കുന്നത് പിന്നീട് കോടതിയിലാണ്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ പ്രയോഗിച്ചുവല്ലോ, 356 മറ്റൊരു രൂപത്തിൽ തന്നെ പ്രയോഗിച്ചുവല്ലോ. അവിടുത്തെ ഹൈക്കോടതിയും KM ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചും ഇടപെട്ടതിന് ശേഷമല്ലേ അത് തിരിച്ചു വന്നത്. ഒരു വശമുണ്ടെന്ന് ഞാൻ സമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല കേന്ദ്ര ഇടപെടൽ, രാഷ്ട്രീയമായ അസ്ഥിരതയായിരുന്നു. പക്ഷേ മഞ്ജുഷ ഇവിടെ വിലപ്പോകുന്നത് ക്രമസമാധാന പ്രശ്നമാണ്. കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ഇതിൽ സമവായ ചർച്ചകളാണ് ആവശ്യം, സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റമാണ് ആവശ്യം. ഒരു പ്രദേശത്തെ മുഴുവൻ ഈ പ്രശ്നങ്ങളുമായിട്ട് ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകരെ അവരെ മുഴുവൻ വിളിച്ചിരുത്തി ഇരുവശത്തും ഒരു സമവായ ചർച്ച വേണം. ലേഖനം എഴുതിയതുകൊണ്ട് മാത്രം സമാധാനം ഉണ്ടാകുകയില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള മനസ്സോടുകൂടിയുള്ള പ്രവർത്തനം ഉണ്ടാകണം. ശ്രീ TG മോഹൻദാസ് ശുദ്ധ മനസ്സോടുകൂടി അത് തികച്ചും നിഷ്കാമമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ നാം സ്വീകരിക്കാം. എപ്പോഴാണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഘടനയിൽ അദ്ദേഹം നടത്തി അതിന് പരാജയപ്പെട്ട ശേഷമാണ് ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇവിടെ അതല്ല. ഇവിടെ ഏകപക്ഷീയമായിട്ടൊരു വെടിപൊട്ടിക്കൽ എന്ന നിലയിൽ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വളരെയധികം മുന്നൊരുക്കങ്ങൾ നടത്തിയതിന് ശേഷം രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ചുമ്മാതിരിക്കുമ്പോൾ ചവയ്ക്കുന്ന അമ്മായി അവല് കണ്ടാൽ വെച്ചേക്കുമോ എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. ഈ കണ്ണൂർ പോലുള്ള പ്രദേശത്തുണ്ടാകുന്ന ചെറിയ സംഭവങ്ങളെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെയും ഭരണപരമായിട്ടുള്ള ഇടപെടാതിരിക്കുന്നതിൻ്റെയും ഒരു ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് കേന്ദ്രത്തെ ഇടപെടിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ തന്നെ ഒരു മറ്റൊരു വശം തന്നെയാണ് ഇതെന്ന് ഇടവേളയിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഇടവേളയ്ക്ക് ശേഷം ശ്രീ TG മോഹൻദാസിന്റെ മറുപടി.